പുനലൂർ വനം ഡിവിഷനിലെ മലയോര മേഖലകളിലെ 6 പ്രദേശങ്ങളിലായി 3 കിലോമീറ്റർ ദൂരത്തിൽ ആന പ്രതിരോധ കിടങ്ങിന്റെയും 14.2 കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലികളുടെയും നിർമ്മാണോദ്ഘാടനം നടന്നു. പദ്ധതി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വനം ഡിവിഷനിലെ മലയോര മേഖലയായ ചണ്ണയ്ക്കാമൺ, തൊടിക്കണ്ടം, കടശ്ശേരി, മുക്കലംപാട്, മരുതിമൂട്, പടിഞ്ഞാറേ വെള്ളം തെറ്റി, ചെമ്പ്രമൺ, പുളിച്ചൽ, കടശ്ശേരി, പൂങ്കുളഞ്ഞി, കുറുന്തമൺ, വലിയറപ്പച്ച എന്നിവിടങ്ങളിലെ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും തദ്ദേശവാസികളുടെ ജീവനും സ്വത്തിനും കാർഷിക വിളകൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നബാർഡിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 പ്രദേശങ്ങളിലായി 3 കിലോമീറ്റർ ദൂരത്തിൽ ആന പ്രതിരോധ കിടങ്ങിന്റെയും 142 കിലോമീറ്റർ ദൂരത്തിൽ സൗരോർജ്ജ തൂക്കുവേലികളുടെയും നിർമ്മാണോദ്ഘാടനം നടന്നത്. പദ്ധതി വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രദേശത്ത് എന്തുകൊണ്ടാണ് വന്യജീവികൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്? അത് MLA വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എന്ത് വേണം? MLA സൂചിപ്പിച്ചതുപോലെ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. മറ്റൊന്ന്, വനത്തിനകത്ത് ജലാംശം വലിച്ചു കളയുന്ന ചില പ്രത്യേകതരം അധിനിവേശ സസ്യങ്ങളുണ്ട്, അവയെ നീക്കം ചെയ്യണം. ചടങ്ങിൽ പത്തനാപുരം MLA-യും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഈ തടാകത്തിന് ചുറ്റും ഒരു മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള റെസ്റ്റോറന്റ് തുടങ്ങുന്നത് നന്നായിരിക്കും. പുല്ലും വാഴയും പഴമൊക്കെ അവിടെ കായ്ക്കും. കുറെ 100-500 വാഴക്കന്ന് കൊണ്ട് ചവിട്ടി കാത്തു വയ്ക്കുമ്പോൾ അതിൽ നിന്ന് 1-2 കയറി വരുമല്ലോ. അതിൽ വാഴ കുലയ്ക്കുമ്പോൾ ആ പഴം തിന്നാൻ കുരങ്ങന്മാർ വരും. ഇവരെ അതിൻ്റെ ഉള്ളിലേക്ക്, വനത്തിനുള്ളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ മൃഗങ്ങളെ അവരുടെ ജീവിത സാഹചര്യത്തിൽ വെള്ളവും ആഹാരവും ഒരുക്കി കൊടുത്ത് അങ്ങോട്ട് മാറ്റുക. കാട്ടുമൃഗമായ പന്നികൾ നാട്ടിൽ കൃഷികൾ നശിപ്പിക്കുന്നതിനാൽ ഇവരെ നരകപന്നികൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണെന്നും മനുഷ്യരെയും കൃഷി നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെയും വെടിവെക്കാനായി വനപാലക സംഘത്തെ അറിയിക്കുമ്പോൾ തോക്കിലിടാനുള്ള ഉണ്ടയില്ലെന്നുള്ള മറുപടിയാണ് കിട്ടുന്നതിലെന്നും മന്ത്രി ഇടപെടണമെന്നും ഗണേഷ് കുമാർ വേദിയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഗംഗാ സിംഗ് IFS, ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ R. കമലാഹർ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. സോമരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, പുനലൂർ DFO S. ജയശങ്കർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.